ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും എങ്ങനെ സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി നമ്മുടെ സവാള കൊണ്ടുള്ള ഒരു സവാള തോരനാണ് കേട്ടോ. വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് നമ്മുടെ സവാള തോരൻ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആവശ്യമായിട്ടുള്ള സവാള എത്ര വേണ്ടതെന്ന് വെച്ചാൽ എടുക്കുക. ശേഷം അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക കേട്ടോ. ശേഷം ഇനി അത് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. ചെറുതായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. വളരെ ചെറുതായിട്ട് തിന്നായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതേ കാണുന്നത് പോലെ കേട്ടോ. ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയിലേക്ക് ആദ്യം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എത്ര സവാള എടുത്തിട്ടുണ്ട്, എത്ര ക്വാണ്ടിറ്റിക്കാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വേണം കേട്ടോ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഇത്ര സ്പൂൺ അങ്ങനെ കണക്ക് പറയുന്നില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തു. ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മുളക് പൊടിയാണ്. മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തു. ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന നാളികേരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തോരനുകളിൽ ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന തോരനാണ് നമ്മുടെ സവാള തോരൻ. കാരണം നാളികേരം അരയ്ക്കൊന്നും ചെയ്യേണ്ട, അരപ്പായിട്ട് തയ്യാറാക്കേണ്ട. ഡയറക്റ്റ്ലി നമുക്ക് സവാളയിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് നമുക്ക് തോരൻ ഉണ്ടാക്കാം കേട്ടോ. അതുമാത്രമല്ല എല്ലാ തോരനുകളിലും വളരെ ടേസ്റ്റ് കൂടിയ തോരൻ കൂടിയാണ് സവാള എന്ന് പറയുന്നത്. കാരണം എല്ലാ കറികളിലും ടേസ്റ്റ് കൂടാനിടുന്ന സാധനമാണ് നമ്മുടെ സവാള എന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രം കൊണ്ട് ഒരു തോരൻ വെക്കാന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, നമുക്കിങ്ങനെ ചുമ്മാ അത് എടുത്ത് കഴിക്കാനായിട്ട് ഇങ്ങനെ തോന്നും. നമ്മൾ കൂണൊക്കെ കറി വെക്കുമ്പോഴും തോരനൊക്കെ ആയിട്ട് വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് നമുക്ക് സവാള തോരൻ വെക്കുമ്പോൾ. അപ്പോൾ എല്ലാം നല്ല രീതിക്ക് സവാളയിലേക്ക് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഒരു പാൻ ചൂടാവാനായിട്ട് അടുപ്പത്ത് വെക്കുക. പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ തിരുമ്മി പാകമാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയും അരപ്പും എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. സവാളയിൽ ഓൾറെഡി നല്ല രീതിക്ക് വാട്ടർ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്ത് നമ്മൾ വേവിക്കാൻ വെക്കേണ്ട. ആവിയിൽ കിടന്ന് തന്നെ വെന്തോളും. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു പാത്രം എടുത്ത് അത് ഒന്ന് മൂടി വെക്കുക കേട്ടോ. നമ്മൾ സവാള തോരന് വേണ്ടിയിട്ട് നമ്മൾ അരപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് മൂടി വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം, അത് കരിഞ്ഞു പോയിട്ടുണ്ടോ വെന്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വേവാനുള്ളത് കൊണ്ട് ഒന്നും കൂടെ ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മൂടി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ വീണ്ടും മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ആയി തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സവാള തോരൻ ഇവിടെ പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര എളുപ്പത്തിൽ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ വളരെ കുറഞ്ഞ സമയത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തോരനാണ് നമ്മുടെ സവാള തോരൻ എന്ന് പറയുന്നത്. എനിക്ക് തോരനുകളിൽ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ സവാള തോരൻ. അത് ഞാൻ പഠിക്കുന്ന കാലം മുതലാണെങ്കിലും എനിക്ക് ചോറിൽ ഈ സവാള തോരൻ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചോറ് കഴിക്കാനായിട്ട്. വളരെ ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുമ്പോഴേക്കും ബായ്.